ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഡൗട്ട്സിനൊരു റിപ്ലൈ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരുടെയും ഡൗട്ട്സ് തീർക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, ചിലപ്പോൾ ഡൗട്ട്സ് കൂടാനും സാധ്യതയുണ്ട്. അപ്പം നാട്ടിൽ ഞാനിവിടെ NHSൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ തൊട്ട് ആൾക്കാർക്ക് ഹോസ്പിറ്റലിലാണോ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് നീ നേഴ്സാണോ, നീ ഡോക്ടറാണോ, ഇങ്ങനെയൊക്കെയായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലല്ല ആയിരുന്നു പഠിച്ചിരുന്നതും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും. ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന്. അപ്പം ഞാനെങ്ങനെ ഹോസ്പിറ്റലിൽ കയറി, അപ്പം ഞാൻ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നൊക്കെയായിരുന്നു ആൾക്കാരുടെ ക്യൂരിയോസിറ്റി. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ UK കുറേ ആൾക്കാർ അതായത് എന്നെ ഇപ്പം കുറേ നാളായിട്ട് നേരിട്ട് കാണാത്ത ആൾക്കാരുടെ സംശയം, ശരിക്കും ഇവൾ NHSലാണോ, NHSൽ ഇവൾ എങ്ങനെ കയറി, ഏത് ലൊക്കേഷനിലാണ് ഇവിടെ ജോലി ചെയ്യണേ, ഏതാണ് ഉള്ള പോസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ശരിക്കും ആൾക്കാരുടെ പ്രശ്നം? എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ആൾക്കാർ അതിന് മാത്രം തുനിയുള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വീഡിയോ ചെയ്യണ കാര്യങ്ങളൊന്നും അറിയാനല്ല ആൾക്കാർക്ക് താല്പര്യം. കൂടുതൽ ആൾക്കാർക്കും താല്പര്യം ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പം ഇതിനോട് ബന്ധമില്ലാത്തൊരു കാര്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ NHSൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡായിട്ടൊരു ബന്ധമില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ജോലി ചെയ്യാം. ജോലിക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഹയർ പൊസിഷനിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ട്രസ്റ്റ് അതിന് സ്പോൺസർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് സ്റ്റഡി ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടും ചൂസ് ചെയ്യാം. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ജോലി ചെയ്താൽ അല്ലെങ്കിൽ 3 ദിവസം ജോലി ചെയ്തിട്ട് ബാക്കി ഉള്ള ദിവസങ്ങൾ നിങ്ങൾ യൂണിൽ പോകേണ്ടി വരും, അസൈൻമെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അതല്ല ഫുൾ ടൈം ആയിട്ടാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് ഓഫ് എടുത്തിട്ട് നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഓരോ ട്രസ്റ്റിൻ്റെയും ഫണ്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ഓരോരുത്തർക്കും അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് കൂടുതൽ ഇൻഫോർമേഷൻസായിട്ട് പിന്നെ കാണാം. എന്തായാലും എല്ലാവരുടെ ഡൗട്ട്സ് ഒന്നും കൂടെ കൂടട്ടെ. അപ്പോൾ ബൈ.